നാളെ ബലി പെരുന്നാളാണ്. അപ്പം അതിൻ്റെ ഒരു വലിയ ആവേശത്തിലും വൈബിലുമൊക്കെയാണ് നിലമ്പൂരുമുള്ളത്. അവിടെ ആ ഒരു ആഘോഷ മൂഡിലേക്ക് വോട്ടർമാർ പോയി കഴിഞ്ഞു. ഈ വോട്ടിൻ്റെ കാര്യം, ഈ ആഘോഷവും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോൾ വേറെ രീതിയിലുള്ള ഒരു മൊത്തത്തിലൊരു വൈബാണ് നിലമ്പൂരിലെന്നാണ് ഹരി പറയുന്നത്. ഹരികുമാറിന്റെ റിപ്പോർട്ട് കാണാം. ആഘോഷവും ആവേശവും സമം നിലമ്പൂർ എന്നതാണ് നിലവിലെ അവസ്ഥ. തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കത്തിക്കയറുന്ന നിലമ്പൂരിന് ആഘോഷമായി പെരുന്നാൾ കൂടി കടന്നെത്തുകയാണ്. അതുകൊണ്ട് തന്നെ ആഹ്ലാദവും ആവേശവും സമം ചേരുകയാണ് നിലമ്പൂരിൽ. വെള്ളിയാഴ്ച നോമ്പ് ദിവസവും പെരുന്നാളിനോടനുബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ദിവസവുമാണ്. അറഫ ദിനമായ ഇന്ന് ജുമാ നമസ്കാരത്തിന് പള്ളികളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. വ്യത്യസ്തമായ പെരുന്നാളാണ് ഈ ഒരു സമയങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അതിൽ വരുന്നുണ്ട്. മൊത്തത്തിൽ ഉത്സവമാണ്. പെരുന്നാളോടനുബന്ധിച്ചൊരു ഉത്സവവും കച്ചവടം തമ്മിലുള്ള ഉത്സവവും വളരെ വ്യത്യസ്തമായ ഒരു പ്രതീതിയാണ് കുറെ കാലഘട്ടത്തിന് ശേഷം കാണുന്നത്. ഇലക്ഷന്റെ ചൂട് അടിപൊളിയായിട്ട് പോണു. കാരണം ഇവിടെ ഇഞ്ചോട് ഇഞ്ച് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആര് ജയിക്കും. പെരുന്നാള് എന്താ പറയാ, ഇപ്പൊ നല്ലൊരു ക്ലൈമറ്റ് അല്ലേ, അതുകൊണ്ട് പെരുന്നാളിനും നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ ഷോപ്പിങ്ങിലൊക്കെ നല്ല ആൾക്കാരുണ്ട്. പെരുന്നാളും ഇലക്ഷനോട് വന്നുകൊണ്ട് ഭയങ്കര ചൂടിലാണ് ജനങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഇലക്ഷന് എല്ലാ പ്രാവശ്യത്തിനേക്കാളും കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ട്. ശരിക്കും കോൺഗ്രസിന്റെ മണ്ണിലാണ്, പക്ഷെ അത് ഈ പ്രാവശ്യം ഭയങ്കര ടൈറ്റാണ്. പെരുന്നാൾ ആശംസകൾ നേർന്നാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാർക്ക് മുന്നിലെത്തുന്നത്. പെരുന്നാളിനോടനുബന്ധിച്ച് സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികൾ ലഘൂകരിച്ചിട്ടുണ്ട്. പെരുന്നാൾ ദിനമായ നാളെ നിലമ്പൂരിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും വൻ തിരക്കാകും. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ആവേശവും പെരുന്നാളിന്റെ ആഘോഷവും നിലമ്പൂരിന് പ്രത്യേക വൈബ് നൽകുകയാണ്. നിലമ്പൂരിലെ കനോലി പ്ലോട്ടിൽ നിന്നും PR ഹരികുമാർ, ദൂരദർശൻ ന്യൂസ്.